തിരുവനന്തപുരത്ത് തുടരുന്ന എൻഡോസൾഫാൻ സമരം ഒത്തുതീർപ്പിലേക്ക് 610 പേരെ കൂടി ഉൾപ്പെടുത്തി ദുരിതബാധിതരുടെ പട്ടിക പുതുക്കി നിശ്ചയിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, ആധികാരികതകൾക്കപ്പുറത്തേക്ക് എല്ലാവരുടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അവരുടെ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ. അത് ഒത്തുതീർപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണോ? എന്തൊക്കെയാണ് വ്യവസ്ഥകൾ പറയുന്നത് അംഗീകരിക്കപ്പെട്ടത്? ജംഷാദ്, എൻഡോസൾഫാൻ ദുരിതബാധിതർ കഴിഞ്ഞ 9 ദിവസമായി നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. അവർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നത്. പ്രധാനമായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. നേരത്തെ നേരത്തെ ഉണ്ടാക്കിയ 1318 പേരുടെ പ്രാഥമിക പട്ടികയിൽ 610 പേരെ ഒഴിവാക്കുന്നതിനായി നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ ഒഴിവാക്കിയത് ക്രമപ്രകാരമല്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നാണ് നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമരത്തിന്റെ കൂടെ പരിണിത ഫലം എന്നോണം 610 പേരെ ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുത്താനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയ്ക്ക് പുറമെ ക്യാൻസർ രോഗികളെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചു. അത് നേരത്തെ അതർ ഡിസബിലിറ്റീസ് എന്നത് അതർ ഡിസീസസ് എന്ന ഒരു ആവശ്യം സമരസമിതി ഉന്നയിച്ചിരുന്നു. ആ ആവശ്യത്തോടും സംസ്ഥാന സർക്കാർ പരിപൂർണമായി വഴങ്ങി. ഇതുകൂടാതെ ഇനി ആ അതർ ഡിസീസസ് വന്നിരിക്കുന്ന രോഗികളുടെ പട്ടിക തയ്യാറാക്കുന്നതിനായി ഒരു 3 അംഗ കമ്മിറ്റി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി തയ്യാറാക്കുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ രോഗികളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്നതാണ്. അതായത് ജീവൻ, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ഡിസബിലിറ്റി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായി വിഷം തളിച്ചതുമായി ബന്ധപ്പെട്ട് ഡിസീസസ് കൂടി ഇതിന്റെ പരിധിയിലേക്ക് എത്തും എന്നതാണോ ഈ സമരത്തിന്റെ വിജയത്തിന്റെ കാതൽ? അതെ അതെ, തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. കാരണം അവർ ഡിസബിലിറ്റിയിൽ നിന്ന് മാറി അവർ ഡിസീസിനെ കൂടി ഇപ്പോൾ മറ്റു രോഗികളെ കൂടി ഈ കാര്യത്തിൽ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അതിനായി ഒരു കമ്മിറ്റിയെ ഈ കാര്യത്തിൽ ശുപാർശ പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എൻഡോസൾഫാൻ അതോടൊപ്പം എൻഡോസൾഫാൻ മേഖലയിൽ ജോലി ചെയ്യുന്ന മതിയായ ഡോക്ടർമാരെ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്കായി കാസർഗോഡ് മേഖലയിലേക്ക്, എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലേക്ക് ജോലിക്ക് വരുന്ന ഡോക്ടർമാർക്ക് 20,000 രൂപയുടെ അഡീഷണലായി അവർക്ക് പ്രത്യേക തുക അനുവദിക്കാനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നായിരുന്ന കടം എഴുതിത്തള്ളുക എന്നതായിരുന്നു. അത് ഈ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി മുതൽ തന്നെ കടം കൊടുത്തു തുടങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ ആകെ മൊത്തം പ്രധാനമായും നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് 5337 പേർ മാത്രമാണ് ഈ പട്ടികയിൽ ഉള്ളത് എന്നാണ്. പട്ടികയുടെ വലിപ്പം കൂട്ടാൻ സംസ്ഥാന സർക്കാർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തയ്യാറായിട്ടുണ്ട്. 5837 പേർ ഇപ്പോൾ ദുരിതബാധിതരാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ സമരസമിതിക്കായി. ഈ ആകെ പരിഗണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സമരം ഇപ്പോൾ പിൻവലിക്കുകയാണ് എന്ന ഇത് ഇപ്പോൾ സമരപന്തലിലെത്തി നേതാക്കന്മാരുമായും കൂടിയാലോചനകൾ നടത്തിയ ശേഷം ഇപ്പോൾ സമരം പിൻവലിക്കുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നതും അജിംഷാദ്. അതായത് 2 കാര്യം കൂടി, അതായത് ജീവൻ പറഞ്ഞത് പ്രകാരം ഔദ്യോഗികമായി സമരം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു. വി എസ് അച്യുതാനന്ദനാണ് ആ പ്രഖ്യാപനം നടത്തിയതും. അജിംഷാദ്, അതെ, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സമരപന്തലിലെത്തി സമരം ഇരിക്കുന്ന 11 പഞ്ചായത്തുകളിലെത്തിയ 108 രോഗബാധിതരെയും അവരുടെ ബന്ധുക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് സമരം പിൻവലിക്കുന്നതിനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചർച്ചയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ വി എസ് ശിവകുമാറും കെ പി മോഹനും വിവിധ MLA-മാരും പങ്കെടുക്കുകയുണ്ടായി. നേരത്തെ ഈ കാര്യത്തിൽ ചില കടുംപിടുത്തങ്ങൾ സംസ്ഥാന സർക്കാർ പിടിച്ചിരുന്നു. കാരണം 2010-ൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇവർക്ക് തുക കൊടുത്തു തീർക്കണമെന്ന്. എന്നാൽ അത് കൊടുക്കാനായി സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് ആദ്യഘട്ട ചർച്ച അലസുകയും വി എസ് അച്യുതാനന്ദൻ നിരാഹാരമിരിക്കും എന്ന തരത്തിലേക്കുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും പടരുകയും ചെയ്തു. എന്തായാലും ഇന്ന് ചർച്ച അലസി പിരിഞ്ഞിരുന്നുവെങ്കിൽ അത് പ്രതിപക്ഷ തീർച്ചയായും ആ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പാണ് സർക്കാർ ഒടുവിൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നതും. അവരുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകുമോ?
സമരസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് അജിംഷാദിലേറെ കൃത്യമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമരസമിതിയുടെ നേതാക്കന്മാർ പരസ്പരം ഇപ്പോൾ ആശ്ലേഷിതരായി അവർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിന്റെ നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ട്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും സമരസമിതി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ശരി ജീവൻകുമാർ, ഒടുവിൽ പൊതുസമൂഹങ്ങളുടെയും മാധ്യമങ്ങളുടെയും അടക്കം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു സർക്കാർ എന്നതാണ്. തിരുവനന്തപുരത്ത് തുടരുന്ന എൻഡോസൾഫാൻ സമരം ഒത്തുതീർപ്പിലേക്ക് പോയി. സമരക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ സർക്കാരിനൊടുവിൽ അംഗീകരിക്കേണ്ടി വന്നു. 610 പേരെ കൂടി ഉൾപ്പെടുത്തി ദുരിതബാധിതരുടെ പട്ടിക പുതുക്കി നിശ്ചയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇവ. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജീവൻകുമാർ നൽകിയതും. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടി LDF നേതാക്കൾ ഗവർണറെ കണ്ടു. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാതിരിക്കാനാകില്ലെന്നും പ്രതിപക്ഷത്തിന് പ്രതിഷേധത്തിനുള്ള അവകാശമുണ്ടെന്നും ഗവർണർ പറഞ്ഞതായും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അറിയിച്ചു. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് LDF നേതാക്കൾ ഗവർണറെ കണ്ടത്. സോളാർ ബാർ കോഴ കേസുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരോപണ വിധേയരാണ്. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുമില്ല. മുൻപെങ്ങുമില്ലാത്ത വിധം സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നിരിക്കുകയാണെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ബാർ കോഴയിൽ ധനമന്ത്രിയായിരുന്ന KM മാണിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും LDF നേതാക്കൾ ഗവർണറെ ബോധ്യപ്പെടുത്തി. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ ജനാധിപത്യത്തെ കളിയാക്കുകയാണെന്നും LDF ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും ഹീനവും ദുഷ്ടവുമായ സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായി. ഈ സാഹചര്യത്തിലാണ് അങ്ങ് ഇങ്ങനെയൊരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നത്, നയപ്രഖ്യാപനം നടത്തുന്നു. തമ്മിലുള്ള പൊരുത്തക്കേട് അങ്ങ് ഓർക്കണം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഗവർണർ പരിശോധിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ താൻ ബാധ്യസ്ഥനാണെന്ന് ഗവർണർ LDF നേതാക്കളെ അറിയിച്ചു. LDF നേതാക്കളായ C. ദിവാകരൻ, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ജനപിന്തുണ കിട്ടില്ലെന്നും മുഖ്യമന്ത്രി. സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതി സർക്കാർ തലത്തിൽ അന്വേഷിക്കും. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിക്കുമെതിരെ ഉയർന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും മുഖ്യമന്ത്രി. വലിയൊരിടവേളയ്ക്ക് ശേഷം സോളാർ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ സോളാർ ചോദ്യശരങ്ങളായിരുന്നു മന്ത്രിസഭാ യോഗശേഷം മുഖ്യമന്ത്രി നേരിട്ടത്. സോളാറിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ മുഖ്യമന്ത്രി സരിതയെ വെല്ലുവിളിച്ചു. ആരോപണങ്ങളിൽ 1% കഴമ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം മാത്രമല്ല പൊതുസേവന രംഗം തന്നെ വിടുമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ജയിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളവരാണ് ഈ ആരോപണം പറയുന്നത്. എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1% ശരിയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. ബെന്നി ബെഹന്നാന്റെയും തമ്പാനൂർ രവിയുടെയും ഫോൺ വിളികളുടെ വിശ്വാസ്യത പരിശോധിക്കണം. UDF നിർദ്ദേശിച്ച തരത്തിൽ സോളാറിലെ ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം സർക്കാർ തലത്തിൽ നടത്തും. ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ആരോപണമല്ലേ, വരട്ടെ. അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സാധ്യതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വരട്ടെ. UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിശ്ചയമായിട്ടും അത് പരിശോധിക്കും. സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയിൽ ഉറച്ചുനിന്ന മുഖ്യമന്ത്രി ഖജനാവിന് നഷ്ടമുണ്ടാക്കാത്ത ചാരക്കേസിൽ കരുണാകരൻ രാജിവെച്ചല്ലോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ISRO ചാരക്കേസും ശ്രീ K. കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. ഇത് തമ്മിലുള്ള അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല. സോളാർ കേസിൽ ബാബുരാജിന് ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുത്തതിൽ അപാകതയില്ലെന്നും ഇതൊരു പൗരന്റെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സരിതയുടെ ആരോപണങ്ങൾ സർക്കാരിന് ഭീഷണിയല്ല. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചാരക്കേസിന്റെ പശ്ചാത്തലത്തിലാണ് K. കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ A വിഭാഗം പരസ്യമായ കലാപത്തിനൊരുങ്ങിയതെന്ന്
ചെറിയാൻ ഫിലിപ്പ്. കരുണാകരന് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലുടനീളം ജില്ലാ കേന്ദ്രങ്ങളിൽ കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഗ്രൂപ്പ് പൊതുയോഗങ്ങൾ നടത്തി. എല്ലായിടത്തും മുഖ്യമുദ്രാവാക്യം ചാരമുഖ്യൻ രാജിവെക്കുക എന്നതായിരുന്നു. ഈ യോഗങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയായിരുന്നു എന്നും ചെറിയാൻ ഫിലിപ്പ് കുറിക്കുന്നു. നാടെങ്ങും ലഭിക്കുന്ന ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുന്നത്. ജാഥാ നായകന് അഭിവാദ്യം അർപ്പിക്കാൻ വൻ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തുന്നതെന്ന് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. സാലി മുഹമ്മദ് തത്സമയം ചേരുന്നു. സാലി, എന്തൊക്കെയാണ് നവകേരള മാർച്ചിൽ ഏറ്റവും ഒടുവിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയം? എവിടെ എത്തി മാർച്ച്? അജിംഷാദ്, ഇന്ന് ഇതിനകം 3 കേന്ദ്രങ്ങളുടെ സ്വീകരണം പൂർത്തിയായി. രാവിലെ കളമശ്ശേരിയിലും ഉച്ചയ്ക്ക് ശേഷം ആലുവയിലും പെരുമ്പാവൂരിലുമാണ് സ്വീകരണങ്ങൾ നടന്നത്. വലിയ ജനമുന്നേറ്റം തന്നെ ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ആയിരങ്ങളാണ് പിണറായി വിജയനെ സ്വീകരിക്കാനും പ്രസംഗം കേൾക്കാനുമായി ഒക്കെ എത്തുന്നത്. ഇനി അല്പസമയത്തിനകം കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഭാഗമായ പുത്തൻകുരിശിൽ ജാഥ എത്തിച്ചേരും. പെരുമ്പാവൂരിലെ സ്വീകരണം പൂർത്തിയാക്കി ജാഥ പുത്തൻകുരിശിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നാളെ വൈകിട്ടോടുകൂടി എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജില്ലയിൽ LDF നടത്തിയ ഹർത്താൽ സമാധാനപരം. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർത്താൽ. ഇതോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. മധ്യ തിരുവിതാംകൂറിലെ ജനജീവിതവും സാമ്പത്തിക മേഖലയും തകർത്ത റബ്ബർ വിലയിടിവിനെതിരെ ശക്തമായ ജനരോക്ഷമാണ് കോട്ടയം ജില്ലയിലെ ഹർത്താലിൽ പ്രകടമായത്. റബ്ബർ വില തകർച്ചയുടെ ഏറ്റവുമധികം രൂക്ഷത അനുഭവിക്കുന്ന മലയോര മേഖലകളായ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലി, പാല, പൂഞ്ഞാർ പ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടച്ചും വാഹനങ്ങൾ തെരുവിലിറക്കാതെയും ജനങ്ങൾ ഹർത്താലിനോട് പൂർണ്ണമായും സഹകരിച്ചു. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ദീർഘദൂര സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ജില്ലയിൽ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ കൃഷിക്കാരുടെ യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത നിഷേധാത്മക സമീപനത്തിനെതിരെ റബ്ബർ കൃഷിക്കാരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ജില്ലയിൽ ഹർത്താൽ സംഘടിപ്പിച്ചത്. ഹർത്താലിനോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. കോട്ടയം നഗരത്തിൽ നടന്ന പ്രകടനത്തിന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ, LDF കൺവീനർ MT ജോസഫ്, CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.